ഹലോ ഫ്രണ്ട്സ്, നോർത്ത് സ്ട്രീറ്റ് ഫുഡിലെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ പക്ഷെ നല്ല അടിപൊളിയായിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ പെർഫെക്റ്റ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ പാനിപ്പൂരിൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ നിങ്ങൾ തീരെ മറക്കണ്ട. അപ്പോൾ അവിടെ നേരെ വീഡിയോ തുടങ്ങുക. അപ്പോൾ എല്ലാവരും വായോ. പിന്നെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ വേഗം സബ്സ്ക്രൈബ് ആക്കിയിട്ട് തൊട്ടവിടെ ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഓൺലി ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോത്തും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിൽ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഒരു ചട്ടിക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് ഫസ്റ്റ് ഈ വെള്ളം നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് നോർമൽ നമ്മുടെ എല്ലാ വീട്ടിൽ അവൈലബിൾ തന്നെ നമുക്ക് റവ ഉപ്മാവ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് പെർഫെക്റ്റ് മെഷർമെൻറ്റ് പറയുമ്പോൾ ഒരു കപ്പ് റവ എടുക്കുമ്പോൾ 1/4 കപ്പ് ഇതിലേക്ക് മൈദ പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത്രയും മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതിന് കമ്മിയാവാൻ പാടില്ല, ഇതിന് കൂട്ടാൻ പാടില്ല കേട്ടോ. ഇതാണ് പെർഫെക്റ്റ് ഇതിലത്തെ റേഷ്യോ ആണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് നന്നായിട്ട് തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് മാവ് നന്നായിട്ട് ഈ പിന്നെ മൈദപ്പൊടിക്ക് നന്നായിട്ട് തിളച്ച് വെള്ളത്തിൽ നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇപ്പം നന്നായിട്ട് നമുക്ക് കൈ എടുത്ത് തൊടാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കണം കേട്ടോ. പിന്നെ സ്പൂണിൽ ഈസിലായിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം, അങ്ങനെ നിർബന്ധിതം. പിന്നെ ഞാനിതിലേക്ക് അപ്പോൾ ടോട്ടൽ ഞാൻ എടുത്തത് 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. 240 ml കപ്പ് എടുത്ത 250 ml കപ്പ് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ഇതിലേക്ക് ഞാൻ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ മാവ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇതൊന്നും ഉപ്പ് ഇതൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ബേക്കിംഗ് പൗഡർ, ഉപ്പും ബേക്കിംഗ് സോഡ ഇതൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇത് പെർഫെക്റ്റ്. പക്ഷേ ഇതേപോലത്തെ നിങ്ങൾ ബൂരി ഉണ്ടാക്കി നിങ്ങൾക്ക് പെർഫെക്റ്റ് ക്രിസ്പിയും പിന്നെ ഇത് ഒരാഴ്ചയ്ക്ക് ഞാൻ സ്റ്റോറാക്കി എടുത്ത് വയ്ക്കുക. കേട് ഇത് വരുന്നില്ല, സോഫ്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് മാവിന് റെസ്റ്റാക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരു പാനിൻ്റെ മസാല തയ്യാറാക്കി എടുക്കാം. ഇതിന് 1 ടീസ്പൂൺ ജീരകം, പിന്നെ 3 ഗ്രാമ്പൂ, ഒരു 10-12 കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ലോ ഫ്ലെയിമിൽ നമുക്ക് നന്നായി റോസ്റ്റാക്കി എടുക്കണം കേട്ടോ. ഇതെനിക്ക് നമുക്ക് ബൂരിൻ്റെ പിന്നെ പാനി ഉണ്ടാവില്ലേ, വെള്ളം ഉണ്ടാവില്ലേ, അതിലത്തെ മസാല ആണ് കേട്ടോ ഇത് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് നന്നായിട്ട് പിന്നെ ഇതിൽ കൂടി നിങ്ങൾക്ക് വെട്ടലമുളക് ഉണ്ടെങ്കിൽ ഒരു 4-5 വെട്ടലമുളക് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂണായിട്ട് നമുക്ക് അല്ലാണ്ട് 1 ടേബിൾ സ്പൂണ് ആകെ ഈ ഫോലും കൊറിയാൻഡർ സീഡ്സ് അല്ലേ ഇതെല്ലാം അതേപോലത്തെ ഒന്ന് റോസ്റ്റാക്കി. പക്ഷേ ഈ നമുക്ക് മല്ലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണായിട്ട് കാശ്മീരി റെഡ് ചില്ലി പൊടി, പിന്നെ 1 ടീസ്പൂണായിട്ടും 1/2 ടീസ്പൂണായിട്ട് ചാട്ട് മസാല, 1 ടീസ്പൂണായിട്ട് ആംചൂർ പൗഡർ, 1/2 ടീസ്പൂണായിട്ട് ബ്ലാക്ക് സോൾട്ടും, പിന്നെ നോർമൽ നമുക്ക് ഉപ്പ് ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്താൽ മതി. പിന്നെ ഞാനിതിവിടെ കുറച്ച് കായം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കായപ്പൊടി ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇതിലേക്ക് ചേർത്താൽ മതി. പിന്നെ ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലി പൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയ്യിൽ ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഒരു 4 ഉണക്കമുളക് ചേർത്താൽ മതിയാവും. പിന്നെ ആ മുളക് ചേർക്കുമ്പോൾ ഇതേപോലത്തെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലത്തെ നന്നായിട്ട് മിക്സി ജാറിൽ നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ഗ്രീന് മസാല ഉണ്ടാവില്ലേ, നമുക്ക് പാനിൻ്റെ പച്ചവെള്ളം അതിലത്തെ ഇതിലേക്ക് കുറച്ച് മല്ലിയില, പിന്നെ അതിൽ പകുതി മല്ലിയില ഇത്തിരി ജാസ്തി എടുക്കുക, പുതിനയില അതിൽ കുറച്ച് പകുതി എടുത്തിട്ട്, പിന്നെ 2-3 പച്ചമുളകും, പിന്നെ ഇഞ്ചി കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര പുളിപ്പ് ഇഷ്ടമാണ് അതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ പുളി ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു നാരങ്ങൻ്റെ അളവത്തിൽ ഞാനിവിടെ പുളി കുറച്ച് കുതിർന്ന് വെച്ചിട്ട് ഞാൻ സോക്കാക്കിയിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സാക്കി എടുത്തിട്ട് ഇത് മിക്സാക്കി എടുക്കുമ്പോൾ ശരിക്കും കുറച്ച് ഐസ് വാട്ടർ ചേർത്താൽ മതിയിട്ട്. അപ്പോൾ ഈ കളർ ഇങ്ങനെ ഇതേപോലത്തെ നിൽക്കും. ഈ പച്ച കളർ മാറി കിട്ടുന്നില്ല, അങ്ങനെ കറുപ്പ കളർ ഇതൊന്നും വരുന്നില്ല കേട്ടോ. ഇനി ഇതിൽ നന്നായിട്ട് നമുക്ക് അരച്ചെടുത്ത ശേഷം ഇതേപോലത്തെ നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് അരിപ്പിലെടുത്തിട്ട് നമുക്ക് ഇതേപോലത്തെ എല്ലാ പൾപ്പ് നമുക്ക് ഡ്രെയിനാക്കി എടുക്കട്ടെ. നമുക്ക് പൾപ്പ് മാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വേസ്റ്റ് ഉണ്ടല്ലേ അത് നമുക്ക് റിമൂവ് ചെയ്യാം.
എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു ചെറിയ പാത്രത്തിൽ ഞാൻ ഐസ് കട്ട് വെച്ചിട്ട് ഇതിലേക്ക് ഒരു ഐസ് കട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ലിറ്റർ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ നേരത്തെ മസാല നമ്മൾ തയ്യാറാക്കി വെച്ചാൽ ഇതിലേക്ക് ഓരോ 2 ടീസ്പൂൺ 2.5 ടീസ്പൂൺ ഈ മസാല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മസാല മാറ്റി വെച്ചിട്ട് ബാക്കി മൊത്തം ഈ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് എല്ലാ ഫ്ലേവറും നമുക്ക് കറക്റ്റായിട്ട് ഇൻഹാൻസ് ആയിട്ട് വരാൻ പറഞ്ഞിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കട്ടോ. ഇതിലേക്ക് നിങ്ങൾ വിചാരിക്കും ശർക്കര ചേർത്തിട്ടുണ്ട് ഇത് മധുരം ഇതൊക്കെ വരും, പക്ഷെ മധുരം ഇതൊന്നും വരുന്നില്ല. എല്ലാ ഫ്ലേവേഴ്സും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കുമ്പോൾ എനിക്ക് എരിവ് ഇതൊക്കെ പുളി ഇതൊക്കെ പോരാ. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് കൂടി ചാട്ട് മസാല ആംചൂർ പൗഡറും പിന്നെ കുറച്ച് മുളക് പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റേജ് ആകുമ്പോൾ നിങ്ങൾക്ക് നമുക്ക് നോക്കാം എത്ര ഇനി എരിവും പുളി അതൊക്കെ എത്ര വേണം അതനുസരിച്ച് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പകുതി നാരങ്ങിൻ്റെ നീര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ആക്കിയിട്ട് നമ്മൾക്കിത് സൈഡിലേക്ക് മാറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഞാൻ ബുന്തി ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്തി കൊടുക്കാം, അല്ലെങ്കിൽ ടോട്ടലി ഓപ്ഷണലാണ്. പിന്നെ വെല്ലുള്ളി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ എന്തായാലും നോർമലി നോർത്ത് ഇന്ത്യനിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് അവിടെ എന്തായാലും ഈ വെല്ലുള്ളി പിന്നെ ഈ ബുന്തി ഇതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് ഇത് എന്തായാലും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പെർഫെക്റ്റ് നിങ്ങൾക്ക് സ്ട്രീറ്റ് സ്റ്റൈൽ തന്നെ നിങ്ങളുടെ കൂടെ ഞാൻ ഈ റെസിപ്പി ഷെയർ ആക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടിന്യൂ വാച്ച് ആക്കിയാൽ മതി. നിങ്ങൾക്ക് എന്തായാലും ഇടയ്ക്ക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്താൽ പിന്നെ ആ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് പാനിപൂരിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു പൊട്ടാറ്റോ മസാല തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ 2 ഉരുളക്കിഴങ്ങ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ബോയിലാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല, ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചതൊക്കെ ഞാൻ അത് എടുത്തിട്ടില്ല. എന്തായാലും വീഡിയോ ഒരുപാട് ലോങ് ആയി പോവും, അത് കാരണം ഞാൻ എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട് നമുക്ക് പച്ചപ്പട്ടാണി ഉണ്ടാവില്ലേ അതേപോലത്തെ വൈറ്റ് ഗ്രീൻ പീസ് ഉണ്ടാവും. പിന്നെ ഞാൻ അത് 1 കപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നോർമൽ നമുക്ക് പച്ച ഗ്രീൻ പീസ് നമ്മൾക്ക് എങ്ങനെ വേവിച്ചെടുക്കില്ലേ അതേപോലത്തെ ബോയിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ പൊടിച്ച് മസാല ഉണ്ടായിരുന്നില്ലേ ആ മാറ്റി വെച്ചില്ലേ ആ 1 ടീസ്പൂൺ ഈ മസാല ഇതിലേക്ക് ചേർത്തിട്ട് പിന്നെ നമുക്ക് ആ മല്ലി റോസ്റ്റാക്കി വെച്ചില്ലേ അതൊന്ന് ക്രഷാക്കി ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കൂടെ വെല്ലുള്ളി പിന്നെ മല്ലിയില ഇതിലേക്ക് ചേർത്തിട്ട് പിന്നെ ഈ പാനി ഉണ്ടാക്കില്ലേ ഈ 2 ടേബിൾ സ്പൂൺ ഈ പാനി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കൂടെ ഒരു 1/2 ടീസ്പൂണായിട്ട് ഇതിലേക്ക് ചാട്ട് മസാല കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം. ഇത് അടുപ്പിൽ ഇതൊന്ന് വെച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ബോയിലാക്കി എടുത്താൽ ഇത് ഈസിലായിട്ട് നമുക്കൊരു ക്വിക്ക്ലി ഒരു മസാല തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി അവിടെ പാനി തയ്യാറായിട്ടുണ്ട്, മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്നത് പൂരി വളരെ എളുപ്പത്തിൽ. അപ്പോൾ ഞങ്ങൾക്ക് 20 മിനിറ്റ് ആയിട്ടുണ്ട് റേസ്റ്റ് മാവൊക്കെ ഇനി നന്നായിട്ട് റേസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇനി പൂരി പിന്നെ ഒരുപാട് ചെറുത് ഉണ്ടാവില്ലേ. അപ്പോൾ ഇതേപോലത്തെ നമ്മൾക്ക് പൂരിക്ക് ഇതേപോലത്തെ ഞാനിത് ചെറിയ കുഞ്ഞു ബോൾസ് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒട്ടിപ്പിടിക്കേണ്ട പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ടേബിൾ സ്പൂണ് മൈദ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ആക്കിയിട്ട് നമുക്ക് ഇതേപോലത്തെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് സൈഡിലേക്ക് മൂടി വെക്കുക കേട്ടോ. നമുക്ക് തുറന്ന് വെക്കേണ്ട, പെട്ടെന്ന് ഇത് റവയല്ലേ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ജസ്റ്റ് കുറച്ച് മൈദപ്പൊടി സ്പ്രിങ്കിൾ ആക്കിയിട്ട് നമ്മൾക്കിത് ഈ അളവത്തിൽ നമുക്ക് പൂരി തയ്യാറാക്കി എടുക്കട്ടെ. ഒരുപാട് വെണ്ണ വെക്കണ്ട കേട്ടോ, ഞാൻ ഒരുപാട് വെണ്ണയില്ലേ ഈ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായില്ലേ എത്ര നൈസായിട്ട് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ എല്ലാം ഇവിടെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പരത്തി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ തുണീൻ്റെ മേലെ വെച്ചിട്ടുണ്ടല്ലേ ഈ തുണിൻ്റെ മേലെ താഴെ നിലത്തെ ഭാഗമല്ലേ തുണിൻ്റെ മേലെ വെച്ചിട്ട് ആ നിലത്തെ ഭാഗമല്ലേ അതേ ഭാഗം എടുത്തിട്ട് നമുക്ക് എണ്ണയിൽ ആ സൈഡ് കൂടെ തന്നെ നമുക്ക് എണ്ണയിൽ ഫ്രൈ ആക്കുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾക്ക് തിരിച്ച് മറിച്ച് കൊടുക്കണ്ട. ഇതേപോലത്തെ നമുക്ക് ഓരോരോ ബൂരി ഇങ്ങനെ പ്രസ്സാക്കിയിട്ട് ഇങ്ങനെ പൊങ്ങി വന്ന അടുത്ത ബൂരി നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. നമുക്ക് ഒരുപാട് പിന്നെ എണ്ണൻ്റെ ടെമ്പറേച്ചർ നിങ്ങൾക്ക് ഒന്ന് പ്രത്യേകിച്ചിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് നൈസ് ബൂരി എണ്ണ ഒരുപാട് കൂടുതൽ എണ്ണ ചൂടായി പോയാൽ
ഞങ്ങൾക്ക് പൂരി ഇട്ട അപ്പം തന്നെ കറിഞ്ഞു പോകും കേട്ടോ. അത് പ്രത്യേകിച്ചിട്ട് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇതേപോലത്തെ നമുക്ക് ഓരോ പൂരി ഇങ്ങനെ ആഡാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ പ്രസ്സാക്കി കൊടുത്തിട്ട് ഇങ്ങനെ പൊങ്ങി വന്നാൽ പിന്നെ നിങ്ങൾക്ക് എണ്ണ ഇതൊന്നും കുടിക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പെർഫെക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കി എടുക്കണം കേട്ടോ. നിങ്ങൾക്ക് പെർഫെക്റ്റ് റിസൾട്ടായി കിട്ടും. പിന്നെ ഈ പൂരി ഒരു മാസം വരെ നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോറാക്കി വെച്ചാൽ എന്താ പറയുക, സോഫ്റ്റ് വരുന്നില്ല, ഒന്നുമില്ല, ഇതേപോലത്തെ ക്രിസ്പി ആയിട്ട് നിൽക്കും കേട്ടോ. പിന്നെ എല്ലാ പൂരി ഇവിടെ ഞാൻ ഫ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പരത്തി എടുക്കുമ്പോൾ കുറച്ച് സമയമാവും, പക്ഷെ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് സമയം ഇതൊന്നും എടുക്കുന്നില്ല. വേഗം ഫ്രൈ ആക്കി എടുക്കുക. പക്ഷെ കുറച്ച് പരത്തി എടുക്കുമ്പോൾ കുറച്ച് സമയം എന്തായാലും ആവും കേട്ടോ. പിന്നെ ഇതേപോലത്തെ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു പൂരി നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു കൊടുക്കുക. എത്ര ക്രിസ്പി ഉണ്ട്. പിന്നെ നന്നായിട്ട് നല്ല ക്രിസ്പി പറയുമ്പോൾ നല്ല ക്രിസ്പി ഉണ്ട് നിങ്ങൾക്ക് എന്തായാലും. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്തി കൊടുക്കണ്ട. ഉപ്പ് ചേർത്ത് ഇതിലേക്ക് ഈ ക്രിസ്പിനെസ് കിട്ടുന്നില്ല കേട്ടോ. പൂരിക്ക് ഈ ക്രിസ്പിനെസ് കിട്ടുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് പാനിപൂരി അസംബിളാക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഓരോരോ പൂരി എടുക്കാം. ജസ്റ്റ് ഒരു ഫിംഗർ എടുത്തിട്ട് നമുക്കൊന്ന് പ്രസ്സാക്കിയിട്ട് നടുവ് ഭാഗം മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് ലൈറ്റ്ലി ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി. ഇങ്ങനെ എന്താ പറയുക, ഓട്ട വരും, പുളി വരും. എന്നിട്ട് ഇതിലേക്ക് ഉള്ളിൽ നമുക്ക് ഈ മസാല ഫില്ലാക്കാം. ഇതിൽ മസാല നമുക്ക് എത്ര വേണം അനുസരിച്ചിട്ട് നമുക്ക് ഫില്ലാക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ മസാല എല്ലാ പൂരിക്ക് ഞാൻ ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതിലേക്ക് ഈ പാനി ഇതിലേക്ക് ആഡാക്കാം. നമുക്ക് ആവശ്യം അനുസരിച്ചിട്ട് ഇതിലേക്ക് വെള്ളം നിറഞ്ഞു വയ്ക്കുക. എന്നിട്ട് നമുക്ക് നൈലോൺ സേമയല്ലേ ഇത് പിന്നെ എല്ലാ ബേക്കറി ഷോപ്പിൽ ഇതൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. എല്ലാ ബേക്കറി ഷോപ്പിൽ ഇതൊക്കെ കിട്ടുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് അത് കുറച്ചുകൂടെ ആഡാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളുള്ളി, കുറച്ച് തക്കാളി ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ ആഡാക്കിയിട്ടുണ്ട്. ഇത് ടോട്ടലി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ഇത് കുറച്ച് കാണുമ്പോൾ കുറച്ചുകൂടെ ലുക്ക്, പിന്നെ കഴിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് നല്ല ഇതാണ്. ഇനി കുറച്ചുകൂടെ മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നില്ല എടുക്കാൻ നമുക്ക് എൻജോയ് ആക്കാം. നമുക്ക് നല്ല അടിപൊളിയായിട്ട് പാനിപ്പൂരി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ തീരെ നിങ്ങൾ മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കൊടുക്കാനേ നിങ്ങൾ മറക്കണ്ട. ഞാനിപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അത് വെള്ളം നനച്ചിട്ട് കുറച്ച് സോഫ്റ്റായി പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കളിക്കുമ്പോൾ ഓരോ പൂരിക്ക് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുക, എൻജോയ് ആക്കുക. എത്രയും ഞാൻ പെർഫെക്റ്റ് പാനിപ്പൂരിൻ്റെ റെസിപ്പി പിന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് ഇതൊന്നും പറഞ്ഞിട്ട് എത്രയും സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കുക ആ മെത്തേഡ് നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ നിങ്ങൾ തീരെ മറക്കണ്ട. അപ്പോൾ ഇതേപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് സ്റ്റൈലിൽ ഞാൻ ഇനി അടുത്ത വീഡിയോയിലേക്ക് നല്ലൊരു അടിപൊളിയായിട്ടൊരു പുതിയ റെസിപ്പി കൊണ്ടുവരാം. അപ്പോഴേക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു. സ്റ്റേ ഹാപ്പി.